ചലിച്ചു വന്നിരിക്കുന്ന ഒരു പാവ കൂടിയാണ്. ഇതിന്റെ ഏകദേശം ഇന്ന് നമുക്ക് 40ഓളം ചരടുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മനുഷ്യ ശരീരം ചലിപ്പിക്കുന്ന രീതിയിലെല്ലാം തന്നെ നമുക്ക് ഈ നൂൽപ്പാവകളിയെ കാണിക്കാവുന്നതാണ്. കൂടുതലുള്ള അഭ്യാസ പ്രകടനങ്ങളെല്ലാം തന്നെ കൈയും കാലും എല്ലാം വിവിധ രീതിയിലെല്ലാം ചലിച്ചു പോകുന്ന രീതിയിൽ നമുക്ക് ഈ നൂൽപ്പാവകളികളൊക്കെ നമുക്ക് കാണിക്കാവുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള പാവകൾ. ഇതിനി നമുക്ക് അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഒന്നാണ് കയ്യുറപ്പാവകളി. ഒരുപക്ഷെ നമ്മുടെ കൊച്ചുകുട്ടികളുടെ എല്ലാം ക്ലാസ് മുറികളിൽ പല അധ്യാപകരും ഇന്ന് അവരുടെ പഠന സമ്പ്രദായം ഇത്തരത്തിലുള്ള കയ്യുറപ്പാവകളെ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാം അവതരിപ്പിച്ചു വരുന്നത്. അങ്ങനെയുള്ള കയ്യുറപ്പാവകളി വിദ്യാഭ്യാസ മേഖലയിലെല്ലാം തന്നെ വളരെയധികം സമൃദ്ധിയോടുകൂടി അവതരിപ്പിക്കുന്നതോടൊപ്പം ഇന്ന് അതിന്റെ പാരമ്പര്യ തനിമയോടുകൂടിയുള്ള കയ്യുറപ്പാവകളിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ആ കാണുന്ന ഒരു കലാരൂപമാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ തനത് ക്ലാസിക്കൽ കലാരൂപത്തെ പാവകളിലൂടെ അവതരിപ്പിക്കുന്ന പാവകഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് നമ്മുടെ പാരമ്പര്യ ശൈലിയിലുള്ള കയ്യുറപ്പാവകൾ. ചതുർമുഖ ബ്രഹ്മമേ മേതുരഗുണനേ കഥയിതു സാദരം കഥയമ. ചതുർമുഖ ബ്രഹ്മമേ മേതുരഗുണനേ കഥയിതു സാദരം കഥയമ. ചതുർവേദ പൊരുളേ സൃഷ്ടിതൻ പാവകഥകളി എന്ന് പറയുന്ന കലാരൂപത്തിന്റെ കയ്യുറപ്പാവകൾ 3 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാവകളെല്ലാം ചലനങ്ങൾ ചെയ്തു വരുന്നത്. മരത്തിന്റെ തടി കൊണ്ടാണ് ആ പാവകളുടെ നിർമ്മാണം. അതിന്റെ മുഖവും അതിന്റെ കൈയുമെല്ലാം തന്നെ മരത്തിന്റെ തടി കൊണ്ട് നിർമ്മിച്ചുകൊണ്ടാണ് ആ പാവകൾ അവതരിപ്പിക്കുന്നത്. കഥകളിക്ക് ഉപയോഗിക്കുന്ന അതേ സംഗീത പദങ്ങളും വാദ്യങ്ങളും അതേ ചിട്ടയോടുകൂടി തന്നെ പാവകളുടെ ശൈലിയിലാണ് അതിന്റെ അവതരണം കണ്ടുവരുന്നത്. ഇനി നമുക്ക് അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന ഒന്നാണ് കയ്യുറപ്പാവകളിയുടെ ആധുനിക രീതിയിലുള്ള ഒരു അവതരണമാണ് നിങ്ങൾക്ക് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഈ പാവയാണ് ഒരുപക്ഷെ നമ്മുടെ ക്ലാസ് മുറിയിലുള്ള അധ്യാപകരും കുട്ടികളും എല്ലാവരും തന്നെ ഉപയോഗിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു പാവയാണ്. ഇന്ത്യയിൽ തന്നെ വൈവിധ്യമായ രീതിയിൽ ചമ്പ്രാച്ച ബൗലി എന്നും ബേനീർ പുത്തുളെന്നും തുത്തുൾ നാച്ചും എല്ലാം തന്നെ എന്ന രീതിയിൽ വ്യത്യസ്ത രീതിയിലുള്ള പാവകൾ നമ്മുടെ ഭാരതത്തിൽ തന്നെ കണ്ടുവരാൻ സാധിക്കുക. അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ കൗതുകരമായ രീതിയിൽ ഇത്തരത്തിലുള്ള കയ്യുറപ്പാവകളുണ്ട്. ഇനി നമുക്ക് അതിന്റെ ബംഗാളിലുള്ള ബേനീർ പുത്തുൾ എന്ന് പറയുന്ന ആ ഒരു പാവയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശരി 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 കൂട്ടുകാരെ, എന്നാ എല്ലാവർക്കും ഇന്ന് പാവക്കൂത്ത് കാണാല്ലേ? ആ ഇന്നത്തെ പാവക്കൂത്ത് പെൺപാവക്കൂത്താണ്. പുതിയൊരു നാടകമാണ് അവതരിക്കുന്നത്. ശരി ശരി ശരി, എന്നെല്ലാവർക്കും ടാറ്റ ടാറ്റ ബൈ ബൈ. വളരെ രസകരമായ
രസകരമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് തന്നെ നിർമ്മിക്കാവുന്ന ഒരു പാവ കൂടിയാണ് ഈ കാണുന്ന കയ്യുറപ്പാവകളി. പാവക്കഥകളി സമ്പ്രദായങ്ങൾക്ക് ഉപയോഗിച്ചു കൊണ്ടുവന്നിരിക്കുന്ന അതേ രീതിയിലുള്ള ചലന രീതികൾ തന്നെയാണ് ഇതിനും ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള 3 വിരലുകളുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് തന്നെ നിർമ്മിക്കാവുന്ന ഒരു പാവ കൂടിയാണ് നമ്മുടെ വീട്ടിൽ കാണുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട്, റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട്, റീസൈക്കിളിന്റെ ഭാഗമായി കൊണ്ട് കിട്ടാവുന്ന വസ്ത്രങ്ങളും അല്ലെങ്കിൽ ബോട്ടിൽസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിർമ്മിക്കാവുന്ന പേപ്പറുകളും പേപ്പർ മാഷുകളും എല്ലാം അത്തരത്തിലുള്ള മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്ന ഒരു പാവ കൂടിയാണ് ഈ കാണുന്ന കയ്യുറപ്പാവകളി. ഇതിന്റെ കഥകളെല്ലാം നിങ്ങൾക്ക് തന്നെ സ്റ്റോറി എല്ലാം പറഞ്ഞു പോകുന്ന ഒരു ഇന്ററാക്റ്റീവ് മോഡലൊക്കെ ചെയ്തു പോകാവുന്ന രീതിയിലുള്ള ഒരു പാവ കൂടിയാണ് കയ്യുറപ്പാവകളി. ഇനി നമുക്ക് കയ്യുറപ്പാവകളുടെ ഏറ്റവും മോഡേൺ ആയ രീതിയിലുള്ള ഒരു പാവയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാ പാവകളെയും പറയുന്നത് ഷാഡോ പപ്പറ്റ് അല്ലെങ്കിൽ പപ്പറ്റ് ഷോ എന്നാണ് പൊതുവെ പാവകളിയെ ലോകത്തിന്റെ ഭാഷയിൽ പറയുന്നത്. ഷാഡോ പപ്പറ്റ്, സ്ട്രിംഗ് പപ്പറ്റ്, റോഡ് പപ്പറ്റ്, ഗ്ലൗഡ് പപ്പറ്റ്, 4 പ്രധാനമായ രീതിയിലാണ് ബേസിക്കലി പാവകളി ഉള്ളത്. ഇന്ന് 12 തരത്തിലുള്ള പാവകളുണ്ട്. അതായത് ഫിംഗർ പപ്പറ്റ്, ഹാൻഡ് പപ്പറ്റ്, ജൈന്റ് പപ്പറ്റ്, വളരെ ഭീമാകാരമായിട്ടുള്ള 8 അടി 10 അടിയോളം ഉയരത്തിലുള്ള ഭീമാകാരമായിട്ടുള്ള ജൈന്റ് പപ്പറ്റ്, കണ്ടംപററി പപ്പറ്റ്, ഹ്യൂമൻ പപ്പറ്റ്, മനുഷ്യൻ തന്നെ പാവകളുടെ ശൈലിയിൽ അവതരിപ്പിക്കുന്ന പല നാടകങ്ങളുടെയും ഒരു രീതിയാണ് ഹ്യൂമൻ പപ്പറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് വാട്ടർ പപ്പറ്റ്, ജലത്തിലൂടെ ചലിച്ചു പോകുന്ന രീതിയിലുള്ള പാവകൾ. ഉള്ളത് വിയറ്റ്നാമിലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഇന്ന് ഇത്തരത്തിലുള്ള പാവകൾ ലോകത്തിന്റെ എല്ലായിടങ്ങളിലും ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പാവകളിയെ നിന്നും വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ടതായ ഒരു പാവയാണ് മപ്പറ്റ്. മപ്പറ്റ് കണ്ടിട്ടുണ്ടോ? TV ഷോയിൽ കണ്ടിട്ടുണ്ടോ? കൊച്ചു TV കാണാറുണ്ടോ? കൊച്ചു TVയിലൊക്കെ കണ്ടിരിക്കാവുന്ന ഗലി സീൻസിലൊക്കെ പോലെയുള്ള പാവനാടകത്തിലൊക്കെ വളരെ രസകരമായ രീതിയിൽ ഉള്ളൊരു പാവ കൂടിയാണ് മപ്പറ്റ് എന്ന് പറയുന്നത്. ഈ നൂറ്റാണ്ടിൽ രൂപം കൊണ്ടതായ ഒരു അമേരിക്കൻ വേർഷനാണ് ഈ മപ്പറ്റ് എന്ന് പറയുന്നത്. TV ഷോസിലെല്ലാം ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിലെല്ലാം വളരെയധികം ആവേശകരമായ രീതിയിൽ ഇൻട്രാക്ഷൻ നടത്തുന്ന, അമേരിക്കയിൽ നിന്നുകൊണ്ട് നമ്മുടെ കേരളീയം പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി പ്രത്യേക ക്ഷണപ്രകാരം എത്തിയിരിക്കുന്ന മപ്പൻ നമുക്ക് വെൽക്കം ചെയ്യാം. റെഡി? ഓക്കെ, റെഡി. Lot of lovely new faces. My dear friends, I came from America to show you the traditional shadow puppet play, Tolpawa Kutu. Okay, my photo. Smile. Okay, very nice photo. Okay, lot of people. Hello, sir. Hello. Okay, my dear friends. See you later. Bye. Tata. കുറച്ചുകൂടി ആധുനിക രീതിയിലുള്ള ഒരു പാവ കൂടിയാണ് ഈ കാണുന്ന മപ്പറ്റ്. നമ്മുടെ തുണികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഏകദേശം 3 കിലോ ഒക്കെ വെയിറ്റ് വരാവുന്ന രീതിയിലുള്ള ഒരു പാവ കൂടിയാണ് ഇത്തരത്തിലുള്ള മപ്പറ്റ് എന്ന് പറയുന്നത്. വളരെ ഇന്ററാക്റ്റീവ് സ്റ്റൈലുള്ള സ്റ്റോറീസ് ഒക്കെ പറയാൻ വേണ്ടി രസകരമായ രീതിയിലുള്ള ചെയ്തു പോകാവുന്ന ഒന്നാണ് ഈ കാണുന്ന മപ്പറ്റ് എന്ന് പറയുന്ന ഒരു പാവ കൂടിയാണ് ഈ കാണുന്നത്. ടോം എന്നൊരു ഓമന പേര് കിട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ പല രീതിയിലുള്ള സ്റ്റോറീസ് ഒക്കെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. തോൽപ്പാവക്കൂത്തിന്റെ ഒരു പുത്തൻ ആവിഷ്കാരമാണ് ഞങ്ങൾ ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. പാരമ്പര്യം വളരെയധികം നമുക്ക് തോൽപ്പാവക്കൂത്ത് പറഞ്ഞെടുക്കാനുണ്ടെങ്കിലും വ്യത്യസ്ത രീതിയിലുള്ള പ്രമേയത്തെ ആസ്പദമായിക്കൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. സ്ത്രീ ശാക്തീകരണ നാടകം. അത് തോൽപ്പാവക്കൂത്തിനെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു കലാരൂപമാണ്. ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ജനുവരി മാസം മുതൽ മെയ് മാസം വരെയൊക്കെ നടത്തി വരുന്നുണ്ടെങ്കിലും ഇതിൽ ഇപ്പോഴും ക്ഷേത്രങ്ങളകത്തേക്ക് സ്ത്രീകളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവതരിപ്പിക്കാനുള്ള വേദി ഇപ്പോഴും നിഷിദ്ധമാണ്.
പല കാരണങ്ങൾ കൊണ്ടാവാം. ഒരുപക്ഷെ ഒരു സ്ത്രീകളെ പാവക്കൂത്തിന്റെ തിണ്ണവട്ടം തിരുത്തിയതിന് പോലും വേദി നഷ്ടപ്പെട്ട കലാകുടുംബത്തിലെ കലാകാരന്മാരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ അത്തരത്തിലുള്ള വെല്ലുവിളികളെല്ലാം പിന്നീട് പല ശൈലിയിൽ ഏറ്റെടുത്തുകൊണ്ട് സ്ത്രീകളെ പാവനിർമ്മാണ രംഗത്തേക്കും കഴിഞ്ഞ 10 വർഷമായി നടത്തി വന്നിരുന്ന പാവനിർമ്മാണ രംഗത്തേക്കും അതിൻ്റെ രീതിയിലുള്ള അണിയറയിൽ ഉണ്ടായിരുന്ന രംഗത്തേക്കെല്ലാം കൊണ്ടുവരികയും 2021 ആദ്യമായിട്ട് പെൺ പാവക്കൂത്ത് സംഘത്തിന് രൂപം കൊടുക്കുകയും അങ്ങനെ സ്ത്രീ ശാക്തീകരണ നാടകവുമായി കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് 30ഓളം വേദികളിൽ പെൺ പാവക്കൂത്ത് അവതരിപ്പിക്കുകയും അടുത്ത ജനുവരിയിൽ ഈ പെൺ പാവക്കൂത്ത് സംഘം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുന്നിൽ തോൽപ്പാവകളിയുടെ നൂതനമായ രീതിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു വേദിയിലാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത്. അത്തരത്തിലുള്ള വലിയൊരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു കലാരൂപം കൂടിയാണ്. വളരെ ചെറിയൊരു ദൈർഘ്യം മാത്രമാണുള്ളത്. ചെറിയ കൊച്ചു പെൺകുട്ടിയുടെ ജനനം മുതൽ യൗവന കാലഘട്ടങ്ങൾ വരെ നേരിടാവുന്ന രീതിയിലുള്ള സമൂഹത്തിന്റെ വിവിധ രീതിയിലുള്ള ചിന്തകളും അതിനെ എല്ലാം പ്രതിരോധിക്കുന്ന രീതിയിലെല്ലാമാണ് ഈ ഒരു പാവനാടൻ ഞങ്ങളിവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് ശേഷം ഇതിന്റെ പിന്നാപ്പുറങ്ങളിൽ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പാവകൾ മീശമാധവനിലെയും ദശാവതാരത്തിലെയും പാവകളുടെ ചലനങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നിലൂടെ കാണാവുന്നതാണ്. ഒരു പകൽ മുഴുവൻ ഞങ്ങൾ ഇവിടെ പാവനിർമ്മാണവും അതിന്റെ ഡെമോൺസ്ട്രേഷനും ലെക്ചർ ഡെമോൺസ്ട്രേഷനും പാവനിർമ്മാണങ്ങളും അതിന്റെ ചായങ്ങളും എല്ലാമായിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ എപ്പോഴും ഉണ്ട്. വരുന്ന 6-ാം തീയതി വരെയും ഉണ്ട്. നിങ്ങൾക്ക് പാവ നിർമ്മിക്കുവാനോ പാവകളെ കൊണ്ട് കഥ പറയുവാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നാം നിങ്ങൾക്ക് കാണുന്ന പുറകുവശത്തുള്ള വേദിയിൽ തോൽപ്പാവുകളിയുടെ ഏറ്റവും മോഡേണായ രീതിയിലുള്ള ഇലക്ട്രോണിക് കാലഘട്ടത്തെ എങ്ങനെ പാവകളിയെ സംവദിക്കാം അല്ലെങ്കിൽ ചലിപ്പിക്കാം എന്നതിന്റെ ഭാഗമായിക്കൊണ്ട് നൂതനമായ രീതിയിൽ പാവകളിയെ ഓട്ടോ മെഷീൻ സംവിധാനത്തിലൂടെ സെൻസറിക് ടൈപ്പിലൂടെ പാവകളുടെ ചലനവുമെല്ലാം ഇവിടെ ഞങ്ങൾ ഇതാ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിങ്ങൾക്ക് പിറകിൽ കാണുന്ന നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ലോഗോ തോൽപ്പാവക്കൂത്തിന്റെ ഒരു ആവിഷ്കാരമാണ്. ജി അരവിന്ദ് എന്ന് പറയുന്ന സംവിധായകൻ ചലച്ചിത്ര അക്കാദമിക്ക് ലോഗോ തേടി അദ്ദേഹം എത്തിപ്പെട്ടത് തോൽപ്പാവക്കൂത്ത് കലാകുടുംബത്തിലേക്കാണ്. അങ്ങനെ ചലച്ചിത്ര അക്കാദമിയുടെ ലോഗോ നാം ഇങ്ങനെ സെൻസറിംഗ് ടൈപ്പിലൂടെ ഓട്ടോ മെഷീൻ സംവിധാനത്തിലൂടെ തോൽപ്പാവകളുടെ ശൈലിയിലൂടെ ഒരു ചലനമാണ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ കൊച്ചു കൂട്ടുകാർ അവരുടെ ഒരു PhD തിസിസിന്റെ ഭാഗമായിക്കൊണ്ട് ഈ വേദിയിൽ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാലത്തിനനുസരിച്ച് കൊണ്ട് പരിഷ്കൃതമായ രീതിയിലുള്ള ഒരു പാവകളിയാണ് തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്ന ഈ പുരാണമായ കലാരൂപം. ഇന്ന് അതിന്റെ ഒരു വേറിട്ട രീതിയിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നാടകവുമായിട്ട് തോൽപ്പാവക്കൂത്തിന്റെ പെൺപടകൾ ഇന്ന് ഈ വേദിയിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി കേരള സാംസ്കാരിക വകുപ്പിനും ഭാരത് ഭവനും തോന്നിക്കൽ കുമാരനാശാൻ സ്മാരക കേന്ദ്രത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തോൽപ്പാവക്കൂത്ത് ആരംഭിക്കുന്നു. തോൽപ്പാവക്കൂത്തിലെ പെൺപാവക്കൂത്ത്.
ആൺകോയ്മ ലോകത്ത് അവരുടെ ചരടിലാടുന്ന നൂൽപ്പാവകളല്ല സ്ത്രീകൾ. ദേവീക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്ന തോൽപ്പാവക്കൂത്തിൽ സ്ത്രീ സാന്നിധ്യം എക്കാലത്തും നിഷിദ്ധമായിരുന്നു. എന്നാൽ പത്മശ്രീ ശ്രീ രാമചന്ദ്ര പുലവരുടെ നേതൃത്വത്തിൽ കൂനത്തറ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം ചരിത്രത്തിലാദ്യമായി അണിയിച്ചൊരുക്കുന്നു പെൺപാവക്കൂത്ത്. സ്ത്രീ സമത്വം പ്രസംഗങ്ങൾ കൊണ്ടും പ്രബന്ധങ്ങൾ കൊണ്ടും പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല. പ്രവർത്തനം കൊണ്ട്, മനസ്സിന്റെ പരിവർത്തനം കൊണ്ട് നാം സ്വയം പാകപ്പെടുത്തേണ്ട ഒരു വ്യവസ്ഥയാണ് സമത്വം. പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ശരീര ഊഷ്മാവ് നിലനിർത്തുന്നതിനും തൂക്കം വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വളരെ അത്യന്താപേക്ഷിതമാണ്. കൂടാതെ മുലയൂട്ടൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു വൈകാരിക ബന്ധം തന്നെ രൂപപ്പെടുത്തുന്നുണ്ട്. പലരും ചോദിച്ചേക്കാം, ഈ പച്ചപ്പാലിൻ വെള്ളത്തിൽ കുട്ടിയുടെ വിശപ്പ് മാറുമോ എന്ന്. അതൊന്നും കാര്യമാക്കേണ്ട, മുന്നോട്ട് പോവുക.
രമേശോ, ഇത്തവണ നിനക്ക് പെൺകുഞ്ഞാണല്ലേ? ഇനി മുതൽക്ക് നേരം കളയണ്ട, 4 കാശ് സമ്പാദിക്കാൻ നോക്കും. പെണ്ണൊരുത്തിയെ കൈപിടിച്ച് കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോഴേക്കും നമ്മുടെ നടു ഒടിയടോ. ആണായാലും പെണ്ണായാലും ദൈവം തരുന്നതല്ലേ ശങ്കരേട്ട, നമുക്കാവുന്ന പോലെ വളർത്തുക, അത്ര തന്നെ. അതൊക്കെ ശരി തന്നെ രമേശ. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ വെറുതെ വലുതാക്കി ഒരുത്തിന്റെ കൈപിടിച്ച് കൊടുക്കുമ്പോഴേക്കും ചെലവ് എത്രയാണെന്ന് നീ ഇപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊരു ആയുഷ്കാലം കൊണ്ട് സമ്പാദിക്കുന്ന ഒന്നും തികയാണ്ട് അങ്ങോട്ട് വരും. നമ്മുടെ വടക്കാടത്ത് കിട്ടുവാട്ടം എന്തിനാ തൂങ്ങി വരിച്ചേ എന്നൊക്കറിയോ? കിട്ടുവാട്ടുള്ള 2 പെൺകുട്ടികളെയും തറവാട് പണയപ്പെടുത്തിയും കണ്ടോരെന്ന് പണം പലിശക്കെടുത്തും നല്ല സ്ത്രീധനം കൊടുത്തും അല്ലേ കെട്ടിച്ചയച്ചത്. അവസാനം പലിശയും കയറി തറവാട് ജപ്തിയാവുന്നായപ്പോ അയാൾ ഒരു മുഴുവൻ കയറിൽ അങ്ങോട്ട് ജീവനം ഒടുക്കി. ഇതാപ്പൊ പെൺകുട്ടിയുള്ള തന്താരോ സ്ഥിതി. ആ മാഷേ, നമസ്കാരം മാഷേ. നമസ്കാരം നമസ്കാരം. രമേശ, നീ ഒരു മിടുക്കി പെൺകുഞ്ഞിന്റെ അച്ഛനായെന്ന് കേട്ടല്ലോ, ഭാഗ്യവാൻ. ആ അതെ മാഷേ, ഞാനും ഇന്നലെ പെൺകുഞ്ഞിനെ പ്രസവിച്ചു. അല്ല മാഷേ, ഞങ്ങള് പാവങ്ങൾക്ക് പെൺകുട്ടി ഉണ്ടായെന്ന് കേട്ടാ മനസ്സിലാദ്യ. അവള് വളർന്നു കഴിഞ്ഞ് നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കണമെങ്കിൽ നല്ലൊരു തുക സ്ത്രീധനം കൊടുക്കണ്ടേ? അത് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ? അപ്പോ പെൺകുട്ടി ഉണ്ടായ രമേശൻ ഭാഗ്യവാനാണെന്ന് മാഷോട് പറഞ്ഞു കേട്ടാ എനിക്കിവിടെ മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, ഒരു തമാശയായിട്ടാ തോന്നുന്നത്. ശങ്കര, രമേശ, പെൺകുട്ടികൾ കെട്ടിച്ചയക്കാൻ മാത്രമുള്ള ഒരു വസ്തു അല്ലടോ. അതങ്ങോട്ട് മനസ്സിലാക്കുക. അവർക്ക് നല്ല വിദ്യാഭ്യാസവും പ്രോത്സാഹനവും കൊടുത്ത് അവർ സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തരായാൽ അവർ കുടുംബത്തിനൊരു അഭിമാനമല്ലടോ. പെൺകുട്ടിയാന്ന് കേട്ടാൽ അവളെ കെട്ടിച്ചയക്കാൻ കൊടുക്കേണ്ട സ്ത്രീധനത്തെ കുറിച്ചല്ല ആദ്യം മനസ്സിൽ വരേണ്ടത്. അവൾ വീടിന്റെയും നാടിന്റെയും അഭിമാനമായി മാറുന്നതാണ് നാം ചിന്തിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോ ഒരു പെൺകുട്ടിയുടെ അച്ഛനായ രമേശൻ ഭാഗ്യവാൻ തന്നെ. അതൊക്കെ ശരി തന്നെ മാഷെ. നമ്മൾ കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് വളർത്തിയാലും ഇന്നത്തെ കാലത്ത് ആൺകുട്ടിയുള്ള കാര്യപ്രാപ്തിയിലും നിലയിലും എത്താൻ പെൺകുട്ടികൾക്ക് കഴിയില്ല മാഷെ. വ്യക്തിത്വം പറയാതെ ശങ്കര, ഈ ലോകത്ത് നടക്കണ മാറ്റങ്ങളൊന്നും നിങ്ങൾ അറിയില്ലേ? ആണുങ്ങളോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ ഉയരത്തിലോ കാര്യപ്രാപ്തി കാണിച്ചിട്ടില്ല എത്ര സ്ത്രീകളാണ് ഈ ലോകത്ത്. കലാരംഗത്ത്, കായിക രംഗത്ത്, രാഷ്ട്രീയത്തില് എന്ന് വേണ്ട, അങ്ങ് ബഹിരാകാശത്തിൽ വരെ സ്വന്തം മുദ്ര പതിപ്പിച്ചവരല്ലേ സ്ത്രീകൾ. കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിട്ടും പുരുഷന്മാരോടൊപ്പം തുല്യരല്ല സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോൾ അത് പറയുന്നവരുടെ വിവരക്കേട് എന്നല്ലേ പറയേണ്ടത്? അതുകൊണ്ട് രമേശ, നമ്മുടെ മക്കളെ ആൺകുട്ടി പെൺകുട്ടി എന്നൊക്കെ വേർതിരിവില്ലാണ്ട് തുല്യരായിട്ട് വളർത്തണം. കുടുംബത്തിൽ നിന്ന് അവർ പഠിക്കുന്ന ശീലങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ് സമൂഹത്തിൽ അവർ പ്രകടിപ്പിക്കുക. എടി, നേരം ഇരുട്ടിയിട്ടും ഇത്ര നേരം നീ എവിടെയായിരുന്നു? ഞാൻ ഉമ്മക്കുട്ടിയുടെ കൂടെ കളിക്കാൻ പോയതാണമ്മേ. നേരം ഇരുട്ടിയിട്ടാണോ നിന്റെ ഒരു കളി? നാളെ മുതൽ സന്ധ്യയ്ക്ക് മുന്നേ തന്നെ വീട്ടിനുള്ളിൽ കയറിക്കൊള്ളണം. നീയൊരു പെൺകുട്ടിയാ, അത് ഓർമ്മ വേണം. എന്താണമ്മേ പെൺകുട്ടികൾക്ക് കുഴപ്പം? അമ്മേ കുറച്ച് ചോറ് വേണം, കുറച്ച് കറിയും കൂടി. അമ്മേ കുറച്ച് കറി കൂടെ ഒഴിക്കൂ, കുറച്ച് ചോറ് വിളമ്പൂ, പപ്പടം കൂടിയും തരൂ. മോളെ, കഴിച്ച പാത്രം പോലും എടുത്ത് കഴുകി വെക്കാതെയാണോ പോകുന്നത്? ഇതെല്ലാം എടുത്ത് കഴുകി വെച്ചിട്ട് പോയാ മതി. അമ്മേ, ഏട്ടൻ എന്താ ഇതൊന്നും ചെയ്യാതെ കൈ കഴുകിപ്പോയത്? തറുതല് പറയുന്നോ? നീയേ പെൺകുട്ടിയാ, ഒരു അന്യ കുടുംബത്തിൽ ചെന്ന് കയറേണ്ട പെണ്ണാ. അടക്കവും ഒതുക്കവും കാട്ടണം, അത് ഓർമ്മ വേണം. എന്താണമ്മേ പെൺകുട്ടികൾക്ക് കുഴപ്പം?
നിന്റെ മോൾ ഏതോ വലിയ കോളേജിൽ പഠിക്കാൻ പോവാന്ന് കേട്ടല്ലോ. ആ അതെ ശങ്കരേട്ടാ, അവൾക്ക് ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അവൾ ഇനിയും പഠിക്കണമെന്ന ആഗ്രഹം. അവള് പഠിക്കട്ടെ, കഴിയുന്നിടത്തോളം. എന്താ നിന്റെ ഉദ്ദേശം രമേശ? ഓളൊരു പെൺകുട്ടിയല്ലേ, കെട്ടിച്ചു വിടാൻ പ്രായമായില്ലേ? ഇങ്ങനെ പഠിത്തോന്ന് പറഞ്ഞ് നടന്ന കെട്ടുപ്രായം കഴിഞ്ഞാൽ അവൾക്കും നല്ലൊരു ബന്ധം കിട്ടുമോ? പെൺകുട്ടിയുള്ള പഠിപ്പൊക്കെ കണക്കാടോ. കൂടുതൽ പഠിക്കുന്നതോറും അത്രയും പഠിപ്പും മൂലമുള്ള ചെക്കന്മാരെ കിട്ടാൻ കൂടുതൽ സ്ത്രീധനം കൊടുക്കണ്ടേ? കെട്ടുപ്രായത്തിക്കഴിഞ്ഞാൽ പറ്റിയ ഒരു ആലോചന വന്നാ കെട്ടിച്ചു വിട്ടേക്കണം. അതോടെ നമ്മുടെ ഭാരം ഒഴിഞ്ഞല്ലോ. നിനക്കറിയാലോ, ഓളുടെ പ്രായ എൻ്റെ ഇളയെ നോക്കും. ഓളുടെ കെട്ടും കഴിഞ്ഞു ഇപ്പോ കുട്ടികൾ രണ്ടാ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിന്റെ രമേശ. ന്യൂട്രൽ ജെൻഡർ യൂണിഫോമിറ്റി കാലമല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഏത് വേഷം ധരിച്ചാലും പിഞ്ചു കുഞ്ഞു മുതൽ വയോധികർ വരെ പീഡിപ്പിക്കപ്പെടുന്ന കാലമാണ്. മനുഷ്യ മനസ്സുകൾക്കാണോ മാറ്റം വരേണ്ടത്? പിന്നെ ശങ്കരൻ ഒന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്നും 21 മാറ്റിയിട്ടുണ്ട്. അവൾക്ക് ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ശങ്കര. ആ മാഷേ. രമേശ, പെൺകുട്ടികൾ പ്രസവിക്കാനും പണിയെടുക്കാനും മാത്രമുള്ള യന്ത്രങ്ങളല്ലല്ലോ. നിന്റെ മോള് പ്രസവത്തിനായി ആശുപത്രി പോയപ്പോ കണ്ട വനിതാ ഡോക്ടറെ കുറിച്ച് നീ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇന്ത്യ കണ്ട എക്കാലത്തെയും ശക്തയായ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി, നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിമാര്, എത്ര ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, IAS ഉദ്യോഗസ്ഥര്, പോലീസ് ഓഫീസർമാര്, MLA മാര്, പഞ്ചായത്ത് പ്രസിഡന്റുമാര്, എത്ര പെണ്ണുങ്ങളാണോ നമ്മളൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ഇവരൊക്കെ ആ നിലയിലെത്തിയത് പെണ്ണായി പിറന്നതിന്റെ പേരിൽ തനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിന്നിട്ടല്ല, സ്വന്തം കഴിവിലും വ്യക്തിത്വത്തിലും വിശ്വസിച്ച് പ്രയത്നത്തിലൂടെ മുന്നോട്ട് പോയതിനാണ് രമേശ. നമ്മുടെ പെൺകുട്ടികൾ ഇവരൊക്കെ പോലെ ഉന്നതങ്ങളിൽ എത്താൻ കഴിവുള്ളവരാണ്. അതിനാദ്യം നമ്മുടെയൊക്കെ മനസ്സിലും കുടുംബത്തിലും സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം നമ്മൾ. ഒരു പെൺകുട്ടിയുടെ പരമമായ ലക്ഷ്യം വിവാഹം മാത്രമാണെന്ന് കരുതേണ്ടതില്ല. വിവാഹത്തോടെ അവസാനിക്കേണ്ടതല്ല അവരുടെ സ്വപ്നങ്ങളും. ഒരു പെൺകുട്ടി എപ്പോ വിവാഹം കഴിക്കണമെന്നും അവൾ ആരായിത്തീരണമെന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് കൽപ്പിച്ചു കൊടുക്കണം നമ്മൾ. സ്ത്രീകൾ രണ്ടാം തരക്കാരാണ്, പുരുഷന്മാരോടൊപ്പം എത്താൻ കഴിവില്ല എന്നൊക്കെയുള്ള കാലഹരണപ്പെട്ട ചിന്തകളുണ്ടല്ലോ, അത് മനസ്സിന്ന് എടുത്തങ്ങട് കളയണം. പുരുഷ തുല്യതയെ കുറിച്ച് പറയുമ്പോൾ എന്നാ പിന്നെ പെണ്ണുങ്ങളെ ആണുങ്ങളെ പോലെ തെങ്ങിക്കയറാൻ, തേങ്ങ പറിക്കാൻ ഒക്കെ പറ്റുമോ എന്ന് ചിലർ കളിയാക്കാറുണ്ടല്ലോ. തെങ്ങുമ്പോഴല്ലടോ, റോക്കറ്റ് കയറി അമ്പിളിമാവനെ വരെ പിടിക്കാൻ കഴിവുണ്ടെന്ന് തെളിയിച്ചോരാ നമ്മുടെ നാട്ടിലെ സ്ത്രീകള്. മാഷേ, ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. എന്റെ കുട്ടി ഇനിയും പഠിക്കണം. പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞപ്പോൾ മുതൽ മനസ്സിൽ ആദ്യമായിരുന്നു മാഷേ. മാഷു പറഞ്ഞത് കേട്ടപ്പോൾ അതെല്ലാം മാറി. അവള് പഠിക്കട്ടെ. എന്റെ മോള് പഠിച്ച് വലിയ നിലയിലെത്തിയാൽ ഞങ്ങൾക്കല്ലേ അതിന്റെ അഭിമാനം മാഷേ. മോളെ ഇതുവരെ കെട്ടിച്ചയച്ചില്ലേ? പെൺകുട്ടിയെന്ന് ഓർമ്മ വേണം. ഞങ്ങളെ നല്ല ആദ്യത്തുള്ള തറവാട്ടുകാരാ. പെണ്ണ് പണിയെടുത്തു കൊണ്ടുവരുന്ന പൈസ കൊണ്ട് കുടുംബം പലരുടെ ഗതികേട് ഇവിടെ ഇല്ല. എന്താ നിന്റെ മോളുടെ ഒരു വേഷം? കോളേജിലേക്ക് ഇങ്ങനെയാണോ പോകുന്നേ? എടി, നീ തൊട്ടത്ത് ചിരിക്കുന്നു. പെൺകുട്ടിയായ നല്ല അടക്കവും ഒതുക്കവും വേണം. ധന്യ കുടുംബത്തിൽ ചെന്ന് കയറേണ്ട പെണ്ണാ നീ. അത് ഓർമ്മ വേണം. എടി, സന്ധ്യക്ക് മുന്നേ വീട്ടിൽ കയറിക്കൊള്ളണം. നീ ഒരു പെൺകുട്ടിയാണ്, ഓർമ്മ വേണം. ഇതൊക്കെ കേട്ട് കുട്ടി വിഷമിച്ചിരിക്കുകയാണോ? ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്ത്രീ സുരക്ഷാ പദ്ധതികൾക്ക് വളരെ ഊന്നൽ നൽകുന്നുണ്ട്. വുമൺ സെൽഫ് ഡിഫൻസ് ട്രെയിനിങ്, പ്രതിരോധ പരിശീലനം 6 മുതൽ 60 വയസ്സ് വരെയും സ്ത്രീകൾക്ക് സ്കൂളുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് നൽകുന്നുണ്ട്. സ്ത്രീകൾക്ക് എവിടെയാണെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിർഭയ എന്നൊരു ആപ്പ് മതി. ആ ആപ്പിൽ
ഒരൊറ്റ ക്ലിക്കിൽ നമ്മുടെ അപകട സ്ഥലത്ത് പോലീസ് നിമിഷ നേരത്തിൽ എത്തിച്ചേരും. കൂടാതെ മിത്രയുണ്ട് 181. സാഹചര്യം ഏതുമാവട്ടെ ഞങ്ങൾ കൂടെയുണ്ട് എന്നല്ലേ അവർ പറയുന്നത്. പിങ്ക് പോലീസ് നമുക്കിടയിൽ പോകുന്നത് കാണുന്നില്ലേ? സ്ത്രീധന സംബന്ധമായ ഏതൊരു പ്രശ്നത്തിനും നമ്മുടെ ഗവൺമെന്റ് നമ്മളെ സഹായിക്കാനുണ്ട് മോളെ. അപരാജിത എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പരാതികൾ നേരിട്ട് നിശാന്തിനി IPS അവർകളാണ് കേൾക്കുന്നത്. 112 ഏത് സമയവും വിളിച്ച് നമുക്ക് പരാതികൾ അറിയിക്കാം. എവിടെ പോയാലും നീ ഒരു പെണ്ണാണ് എന്ന വിലക്കുകൾ മാത്രം. ഈ ഭൂമിയിൽ ആണിനെ പോലെ പെണ്ണിനും തുല്യ അവകാശവും സ്വാതന്ത്ര്യവും ഇല്ലേ ചേച്ചി? മോളെ, ആൺ മേൽക്കോയ്മകൾ തീർക്കുന്ന വിലങ്ങുകൾക്കിടയിൽ ചൂളിപ്പോവേണ്ടതല്ല നമ്മുടെയൊക്കെ ജീവിതങ്ങൾ. ഈ ഭൂമിയിൽ പുരുഷന്മാരോടൊപ്പം തുല്യ അവകാശമുള്ള നന്മകൾക്ക് ഈ നാടിനെ മുന്നിൽ നിന്ന് നയിക്കാനും ബാധ്യതയുണ്ട്. നീ ചരിത്രത്തിലേക്കൊന്ന് നോക്കൂ. എത്ര വനിതാ രത്നങ്ങളാണ് നമുക്ക് വഴികാട്ടികളായിട്ടുള്ളത്. നീ ഝാൻസിയിലെ റാണിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? പിറന്ന നാടിനു വേണ്ടി ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ വാളെടുത്തു പോരാടി വെള്ളക്കാരെ വിറപ്പിച്ച ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയുടെ ധീരത നമ്മുടെ ഉള്ളിൽ ആത്മാഭിമാനത്തെ നിരന്തരം ജ്വലിപ്പിക്കുന്ന കനലുകളല്ലേ? കേട്ടിട്ടില്ലേ? കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേരളത്തിന്റെ സംഭാവനയായ ധീര വനിതയെ. ദിവാന്റെ ദുർഭരണത്തിനെതിരെ അണിനിരുന്ന ജാതിക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം തോക്കു ചൂണ്ടിയപ്പോ തോക്കിൻ മുനയിൽ അജഞ്ചലയായി നിന്നുകൊണ്ട് അവൾ പ്രഖ്യാപിച്ചു, ഞാനാണ് നേതാവ്. വെടിവെച്ചു കൊല്ലുന്നെങ്കിൽ ആദ്യം എന്നെ, എന്നിട്ടാകാം മറ്റുള്ളവരെ. അജഞ്ചലയായ ആ വനിതയുടെ ധീരത നമ്മുടെ ചുവടുകൾക്കെന്നും കരുത്താണ്. Leader, shoot me first before you kill others. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച എത്ര വനിതാ നേതാക്കളാണ് നമുക്കുള്ളത്. സരോജിനി നായിഡു, മാഡം ബിക്കാജി ഗാമ, ബീഗം ഹസ്രത് മഹൽ, ആനി ബസൻ മുതൽ എത്ര പേർ. അതുപോലെ കലാരംഗത്തും കായിക രംഗത്തും കഴിവ് തെളിയിച്ച എത്ര പെൺരത്നങ്ങളാണ് നമുക്കുള്ളത്. പെണ്ണായി പോയതെന്തോ കുറവാണെന്ന് ചിന്തിക്കാതെ പഠിപ്പിലൂടെയും വായനയിലൂടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയും അറിവും ബോധവും നേടിയാണ് നാം ഇവരുടെ പിൻഗാമികളാകേണ്ടത്. ആണും പെണ്ണും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികളാണ്. ആരും ആർക്കും മേലെയോ താഴെയോ അല്ല. തുല്യ പ്രാധാന്യത്തോടെയും അവകാശത്തോടെയുമാണ് ആണും പെണ്ണും ഈ ഭൂമിയിൽ കഴിയേണ്ടത്. മകളെ, നിന്റെ മനസ്സിലെ കാർമേഘങ്ങളെ നീ കൈയൊഴിയൂ. ആത്മവിശ്വാസത്തിന്റെയും പ്രതീക്ഷകളുടെയും പുലരിപ്പൂവുകൾ നിന്റെ മനസ്സിൽ വിരിയട്ടെ. വരൂ, നമുക്ക് കൈകോർത്ത് നീങ്ങാം, സമത്വമോടെ, ഒരുമയോടെ. മലയാളത്തിൻ പുതുമൈന
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വതി രാജീവ് പുലവ്. ഞാൻ തോൽപ്പാവക്കൂത്ത് കലാകാരിയാണ്. ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷമാണ് പാവകളിനെ കുറിച്ച് കൂടുതലായി പഠിക്കാനും അറിയാനും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ 2020-21 ഞങ്ങൾ പുതിയതായിട്ട് പെൺ പാവക്കൂത്ത് എന്നൊരു സംഘം മുന്നോട്ട് വരുന്നത്. അതിലാദ്യം കുറേ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ മാത്രം പാവക്കൂത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സ്ത്രീകൾ ഈ രംഗത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകൾ ഏറെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഞങ്ങൾ എന്തുകൊണ്ട് നമ്മൾ അണിയറയിൽ മാത്രം പ്രവർത്തിക്കണം, അണിയറയിൽ നിന്ന് അരങ്ങിലേക്ക് എന്തുകൊണ്ട് വന്നുകൂടാ, അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നൊരു വിശ്വാസത്തിൽ ഞാൻ, അമ്മ രാജലക്ഷ്മി അവர்களுം പിന്നെ അതുപോലെ രജിത ഞങ്ങളുടെ ചേച്ചി, ഞങ്ങൾ മൂന്നാളും കൂടെ തോന്നിയൊരു ആശയമായിരുന്നു നമുക്കൊരു സ്ത്രീപക്ഷ പാവ നാടകവേദി തോൽപ്പാവക്കൂത്തിലൂടെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് ഞങ്ങൾ പെൺപാവക്കൂത്ത് അവതരിപ്പിച്ചത്. ഇത് ഞങ്ങളുടെ 15ാമത്തെ വേദി കൂടിയാണ്. ഇനി ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമുണ്ട് ഇവിടെ കേരളത്തിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പരിപാടി ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്കിനി ബാക്ക് സ്റ്റേജ് വന്ന് ഞങ്ങൾ എങ്ങനെയാണ് ചലിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് വന്ന് കാണാം. താങ്ക് യു.